TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കെ രമ. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി അവർ കൂടുതൽ വിവരങ്ങളുമായി ഷബീർ നമ്മോടൊപ്പം ചേർന്നു. ഷബീർ, എന്താണ് കെ രമയുടെ തീരുമാനം? നിഷാദ്, കൊടിസുനിക്ക് പരോൾ നൽകിയ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുള്ള സാഹചര്യത്തിലാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLA-യുമായ കെ രമ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. അതായത് കൊടിസുനി വലിയ കുറ്റവാളിയാണ്. അതായത് നിരന്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളാണ്. ഒപ്പം തന്നെ ജയിലിനകത്ത് വെച്ചും നിരവധി തവണ നിയമലംഘനങ്ങൾ കൊടിസുനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനലിന് പരോൾ അനുവദിച്ചത് ചട്ടലംഘനമാണ് എന്നാണ് കെ രമ വാദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഹൈക്കോടതിയെ സമീപിക്കുക എന്നാണ് കെ രമ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു പരസ്യ പ്രതികരണത്തിന് ഇപ്പോൾ എന്നും കെ രമ പറയുന്നുണ്ട്. സ്വകാര്യമായ ചില തിരക്കുകളിലായതിനാൽ പരസ്യ പ്രതികരണമില്ല. പക്ഷേ നിയമപരമായ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കും. നമുക്കറിയാം, പോലീസ് റിപ്പോർട്ട് മറികടന്നാണ് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 28-ാം തീയതി തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടിസുനി പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ചട്ടപ്രകാരം ഇത്തരത്തിൽ വലിയ കുറ്റവാളികൾക്ക്, കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ ജയിൽ മോചനം നൽകരുത് എന്ന നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം മറികടന്നാണ് കൊടിസുനിക്ക് പരോൾ നൽകിയത് എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. ഈ വിമർശനം ഉന്നയിച്ചു തന്നെ ഈ ചട്ടം ലംഘനം ചൂണ്ടിക്കാണിച്ച് തന്നെയായിരിക്കും കെ രമ ഹൈക്കോടതിയെ സമീപിക്കുക. അടുത്ത ദിവസം തന്നെ, അതായത് ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാനുമാണ് കെ രമ MLA-യുടെ തീരുമാനം. നിഷാദ്.